ഇനി മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അറസ്റ്റിൽ. കേസിൽ മൂന്നാമത്തെ അറസ്റ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായകമായ ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തെന്നും സൂചനയുണ്ട്. ഡാൻ കുര്യൻ നൽകും വിവരങ്ങൾ. ഡാൻ, മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, എനിക്കൊറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതിന് മുകളിലോട്ട് ആളുകളുണ്ട് എന്ന്. ആ മുകളിലോട്ട് ആളുകളിലേക്ക് എത്തുന്നു എന്ന് വേണം ഈ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അറസ്റ്റിലൂടെ മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അതെന്താണ്? ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് SIT കഴിഞ്ഞ ദിവസം വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്കിടയിലാണ് പ്രധാനപ്പെട്ട ചില രേഖകൾ അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉറ്റ സുഹൃത്തായ PK വാസുദേവനെ ചോദ്യം ചെയ്യലിനായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഇയാൾക്ക് പുറമെ ദേവസ്വം ബോർഡിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനോടും ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും PK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചാൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയാണ് വാസുദേവനെ പറഞ്ഞയച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് തുടർ നടപടികൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് സുധീഷ് കുമാറിനെ മറ്റ് തുടർ നടപടികളുടെ ഭാഗമായി റാന്നി കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് ബാക്കിയാകുന്നത്. വൈകാതെ തന്നെ കോടതിയിലേക്ക് സുധീഷിനെ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗമായ രണ്ടാമത്തെ ഉദ്യോഗസ്ഥരാണ് അറസ്റ്റിലാകുന്നത്. അതായത് ആദ്യം മുരാരി ബാബു അറസ്റ്റിലാകുന്നു, പിന്നീട് ഇപ്പോൾ സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നു. സുധീഷാണ് ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് മോഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകിയത് എന്നാണ് SITയുടെ കണ്ടെത്തലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്ന 7 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി വൈകാതെ അന്വേഷണമെത്തും. വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം അവരെയും അറസ്റ്റ് അടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് SITയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി.